അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് പത്മകുമാർ തേടിയ സമയം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം നിർണായകമാണ്. വിവാദം തുടരുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതിയും ഇന്ന് ചുമതലയേൽക്കുന്നുണ്ട്. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ, അംഗമായി മുൻ മന്ത്രി കെ രാജു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്യും. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. വാസുവിലൂടെ പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നു. അന്വേഷണം വളരെ നിർണായക ഘട്ടത്തിലല്ലേ? കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഇഞ്ചക്കൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അടുത്ത ബന്ധുവിന്റെ മരണം ഉണ്ടായതിനാൽ ചോദ്യം ചെയ്യലിന് സാവകാശം തേടുകയായിരുന്നു പത്മകുമാർ. അങ്ങനെ 2 ദിവസത്തെ സാവകാശമാണ് ആദ്യം പത്മകുമാർ തേടിയത്. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യാൻ ഇതുവരെ ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് SIT ഉള്ളത്. അടിയന്തരമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും നോട്ടീസ് നൽകുക. ആ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യലിന് പത്മകുമാർ നേരിട്ട് ഹാജരായില്ല എങ്കിൽ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുമ്പ് പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വിശദമായ വിവരങ്ങൾ തേടിയതിന്റെ പരാമർശങ്ങളടക്കം ഉൾക്കൊണ്ടിച്ചുകൊണ്ടായിരിക്കണം ഈ മുദ്രവച്ച കവറിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം, എൻ വാസു ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായുള്ള ചില തെളിവ് ശേഖരണം അടക്കം SIT നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായതിനു ശേഷമാകും എൻ വാസുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ പത്തനംതിട്ട കോടതിയിൽ സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ. വാസുവിനെ മറ്റു ഉള്ളവർക്കൊപ്പം വരുത്തി വിശദമായ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് SITയുടെ തുടർ നീക്കങ്ങൾ എത്തുന്നു എന്ന് വേണം പറയാൻ. ഡാൻ, അതുപോലെ തന്നെ ഇന്ന് പുതിയ ഭരണസമിതി ചുമതല ഏൽക്കുകയാണല്ലോ. ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്കാണ് അവർ കടക്കുന്നത്. മണ്ഡലകാലം അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. എപ്പോഴായിരിക്കും അവർ ചുമതല ഏൽക്കുക? അതിന്റെ വിശദാംശം. രാവിലെ 11:30 ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ, അതോടൊപ്പം മുൻ മന്ത്രി കൂടിയായ രാജു എന്നിവരായിരിക്കും ബോർഡിന്റെ പുതിയ അധ്യക്ഷനും അംഗവുമായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട്. സാധാരണയായി എങ്ങനെയാണോ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും. മറ്റ് നടപടിക്രമങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാകില്ല. എന്തായാലും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. അവർ ഉൾപ്പെടെ അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല PS പ്രശാന്ത് ഉൾപ്പെടെ ആരോപണ മുറിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനമൊഴിയുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. എന്തായാലും നിർണായകമായ ഒരു സമയത്ത് മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ ശേഷിക്കെ ആണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി കെ ജയകുമാർ എന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥരായിരുന്ന കെ ജയകുമാർ എത്തുന്നത്. ദേവസ്വം ബോർഡിന് ഒരു പുതിയ ചുവടുവയ്പ്പാണ്. അതോടൊപ്പം സർക്കാരിന് ഇപ്പോൾ കേട്ട പഴികളിൽ നിന്ന് തെല്ലൊരാശ്വാസം നൽകുന്ന നടപടിയായിട്ട് തന്നെയാണ് ജയകുമാറിന്റെ ഈ ഇന്നത്തെ സത്യപ്രതിജ്ഞയെ വ്യാഖ്യാനിക്കുന്നത്. ശരിടാ.